വീട്ടിലേക്ക് പോയി കുളിച്ചൊക്കെ ഫ്രഷായി വന്നപ്പോഴേക്കും ഇവിടുത്തെ കളം വരെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ മെല്ലെ അകത്തേക്ക് കയറി നോക്കിയ സമയത്ത് പെൺപടകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ചെറിയമ്മ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, സമയമായിട്ടുണ്ട് കേട്ടോ, വേഗം നോക്കുമെന്ന് പറഞ്ഞിട്ട്. ഇന്നത്തെ ദിവസം താലപ്പൊലിയുണ്ട്, അതിനുള്ള ഒരുക്കങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ കുട്ടിപ്പടകളൊക്കെ റെഡിയായി യോയോ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ചെറിയ മക്കൾസ് ആണെങ്കിലും അവർ കുറച്ച് കഴിയുമ്പോഴേക്കും ഉറങ്ങുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവരൊക്കെ ഫുൾ ആക്റ്റീവായിരുന്നു കേട്ടോ. അവർക്കൊന്നും സമയമൊന്നും ഒരു പ്രശ്നമില്ല. എല്ലാവരും കൂടി ആയപ്പം അവർക്ക് ഫുൾ സ്വർഗം കിട്ടിയ പോലെയായിരുന്നു. ഇന്നത്തെ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച ബ്ലൗസാണ്. അതിലേക്ക് നമുക്ക് സെറ്റ് മുണ്ടോ സെറ്റ് സാരിയോ എടുക്കാം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കുറേ പച്ച പടകളെ കാണാൻ പറ്റും. ഇന്നിപ്പം നാഗപ്പാട്ടിൻ്റെ 2ാമത്തെ ദിവസമാണ്. ഇപ്പോൾ ഈ ദിവസം താലപ്പൊലിയും അതുപോലെ സന്താനക്കളവുമാണുള്ളത്. നമ്മളിപ്പം കുട്ടികളൊക്കെ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കുട്ടികൾ ഉണ്ടായവരാണ് വന്നിട്ട് ഈ ദിവസം കളം കഴിക്കുന്നത്. അപ്പോൾ അവരുടെ കളമാണ് ഇന്നുള്ളത്. അവർ ആദ്യം വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. എത്ര ഭംഗിയിലാണ് വരച്ച് വെച്ചിരിക്കുന്നത് നോക്കൂ. ഈ മുന്നിൽ നടക്കുന്ന ഗോപിയേട്ടനാണ് ഇവിടുത്തെ കളത്ത് കമ്മൾ കേട്ടോ. അപ്പോൾ പൂജയ്ക്കൊക്കെ നേതൃത്വം വഹിക്കുന്നത് അവരാണ്. ഇവിടെ എന്താ നടക്കണേന്ന് അറിയാത്ത 2 ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ, അൻഷുവും ആമിയും. ഇതുവരെ അവർ ഈ ഉത്സവം കണ്ടിട്ടില്ല. ഇത് സാധാ ഉത്സവം പോലെയല്ലല്ലോ, കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പിടുത്തം അവർക്കില്ല. ഇപ്പം സാധാ ഉത്സവം കൂടുന്ന പോലെ കൂടിയിട്ട് പോവാന്നാണ് അവർ വിചാരിച്ചത്. കുറച്ച് കഴിയുമ്പോഴല്ലേ നമുക്ക് കാര്യം മനസ്സിലാവുക. ഇന്ന് വരുന്നില്ല എന്നാണ് ശരത്തേട്ടനും അമ്മയും എന്നോട് പറഞ്ഞത്. പക്ഷെ സർപ്രൈസ് ആയിട്ട് ആ സമയമായപ്പോഴേക്കും അവരെത്തുകയും ചെയ്തു കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ പ്രായമായിട്ടുള്ള ഒരുപാട് അമ്മമാർ വയ്യെങ്കിലും ഇത് കാണാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. കളംപൂജയാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി അടുത്തത് വരുന്നതാണ് താലപ്പൊലി. താലപ്പൊലിൻ്റെ സമയത്ത് എനിക്ക് അച്ചു വരുന്നത് എനിക്ക് വീഡിയോ എടുത്തു തന്നത്. അച്ചുവിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയാം കേട്ടോ. ഞാൻ ഇവിടെ താലപ്പൊലി എടുത്ത് നിൽക്കുന്ന സമയത്ത് അവൻ കറക്റ്റായിട്ട് എല്ലാവരെയും ഫോക്കസ് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പുറകുവശത്തായിട്ട് കാണുന്നതാട്ടോ കാവ്. അപ്പോൾ അവിടേക്ക് ഞാൻ അധികം ഫോക്കസ് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്ന താലപ്പൊലി അവസാനിക്കുന്നത് തറവാട്ട് മുറ്റത്ത് വെച്ചിട്ടാണ്.
ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ അച്ഛനോട് വീഡിയോ എടുത്തരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കിതാ മുകളിലൊക്കെ കയറിയിട്ട് ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് അവൻ വീഡിയോ എടുത്തത്. എത്ര ഭംഗിയാണ് നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത്. അവിടെ കളം വരച്ചിരിക്കുന്നതും ആളുകൾ അവിടെ ഇരിക്കുന്നതും അതിന് ചുറ്റും ഇങ്ങനെ നടക്കുന്നതും ഒക്കെ നല്ല അടിപൊളിയായിട്ട് അവൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് വീഡിയോയിൽ എടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ അവസരത്തിൽ പറയുന്നത്. അവനോടൊരു സ്പെഷ്യൽ താങ്ക്സ്. സമയം 10:11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം കളം പൂജയും അതുപോലെ താലപ്പൊലിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി അടുത്തതായിട്ട് തിരിയൊഴിച്ചലാണ്. അതായത് രാമകൃഷ്ണേട്ടൻ്റെ കൂടെ വന്നിട്ടുള്ളവരാണ് തിരിയൊഴിച്ചൽ നടത്തുക. ഒരു കാരണവശാലും കുട്ടികൾ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തീ കൊണ്ട് അനുകരിക്കാൻ ശ്രമിക്കരുത്. അൻഷു ആമയും ദേവുട്ടിയും കൂടി നല്ല കളിയിലായിരുന്നു. ഇവിടെ കാര്യമായിട്ട് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ നടക്കുമ്പം, അതായത് ഉറച്ചിൽ കിട്ടിയിട്ട് പിന്നെ കുറച്ച് പേര് വന്നിട്ട് അവിടെ നാഗക്കളൊക്കെ മായ്ക്കുന്ന സമയത്ത് ഇവരിവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് തന്നെ ഇവർക്ക് അത്ര പേടി തോന്നില്ല. അപ്പോൾ അതെന്തായാലും നന്നായി. അപ്പം കളമൊക്കെ മായ്ച്ച് കഴിഞ്ഞു കേട്ടോ. നമ്മൾ നേരത്തെ ഇട്ട കളമൊക്കെ മായ്ച്ച് കഴിഞ്ഞു. പിന്നെ ഇതാ ഇന്നത്തെ നമുക്കത് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. ഓരോ കുട്ടികളുടെ പ്രൈവസീനെ ബാധിക്കുന്നതല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു ടുമോറോ.